ഹായ് ഫ്രണ്ട്സ്, രുദ്രാർദ്ര 2021 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഡേ 2. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള നവോത്ഥാനമാണ്. നമ്മൾ ഇന്നലെ കേരള ചരിത്രത്തിലെ ആദ്യകാല വിപ്ലവങ്ങളാണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് പഠിക്കാം കേട്ടോ. നമ്മൾ പഴശ്ശി വരെയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് പാലിയത്തച്ഛനും വേലുത്തമ്പിയൊക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അത് നമുക്ക് പഠിക്കാവേ. അതിന് കൂട്ടായിട്ട് നമുക്ക് നമ്മുടെ വൈകുണ്ഠ സ്വാമിയെ ഒന്ന് പരിചയപ്പെടാം. 1809 മാർച്ച് 12 കന്യാകുമാരിയിലെ ശാസ്താംകോവിലിൽ സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്ത് പൊന്നുനാടാരുടെയും വെയിലാളമ്മയുടെയും മകനായാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. തിരുമലയമ്മാളായിരുന്നു പത്നി. ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. മുത്തുക്കുട്ടി. 1851 ജൂൺ 3 ഇദ്ദേഹം മരണമടഞ്ഞു. അപ്പം 1809 ജനനം, 1851 മരണം. കുറച്ച് നാൾ വരെയൊന്നും നമ്മുടെ PSC മരണവും ജനനവും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയപ്പോഴത്തേക്കിന് ഇന്ന ജനിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് തെറ്റിച്ചൊക്കെ തരും. നമ്മൾ തെറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ 1809 മാർച്ച് 12 ജനനം, 1851 ജൂൺ 3 മരണം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളെന്നറിയപ്പെടുന്ന ആളാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ തിരുക്കുറലാണ് കേട്ടോ. തെറ്റിപ്പോകല്ലേ. വിഷ്ണുവിൻ്റെ അവതാരമെന്ന് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ പൂവന്തർതോപ്പിൽ വെച്ച് തൻ്റെ യുഗതപസ് ആരംഭിച്ച വർഷം 1833. വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് തിരുച്ചെന്തൂർ. 1833 കേട്ടോ വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത്. അപ്പം ഇദ്ദേഹമാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാളെന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ സ്വാധീനിച്ച കൃതി തിരുക്കുറലാണ്. വിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം പറയുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമിയാണ്. പൂവന്തർതോപ്പിൽ വെച്ച് യുഗതപസ് ആരംഭിച്ചത് 1833. ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചതും തിരുച്ചെന്തൂർ വെച്ചിട്ടാണ് 1833. സെറ്റാണേ. എല്ലാവർക്കും മനസ്സിലായോ? ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളാണ് തൂവയൽ പന്തി കൂട്ടായ്മ, അതുപോലെ തന്നെ സമപന്തി ഭോജനം. തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു, സമപന്തി ഭോജനം നടത്തി, അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. തെറ്റിപ്പോവല്ലേ. നമ്മൾ ശ്രീനാരായണ ഗുരു എന്ന് പറയാൻ സാധ്യതയുണ്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നമ്മുടെ വൈകുണ്ഠസ്വാമികളുടെയാണ് കേട്ടോ. ഓക്കെ. ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെ എല്ലാവരെയും സമത്വത്തിനായി നിലകൊള്ളുന്ന നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ വൈകുണ്ഠസ്വാമികൾ. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകനും നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിന് ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. മേൽമുണ്ട് ധരിക്കുന്നതിനെതിരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, മേൽമുണ്ട് സമരം. അതിനൊക്കെ ചാന്നാർ ലഹളയിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. അപ്പം മേൽമുണ്ട് ധരിക്കണം, ധരിക്കുന്നതിനെതിരെ നിരോധന സമരം നടന്നല്ലോ, ധരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ എതിരെ പ്രവർത്തിച്ച, അതായത് മേൽമുണ്ട് സമരത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കണമെന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ് കേട്ടോ. മുന്തിരിക്കിണർ എന്ന് പറഞ്ഞതും, അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്നൊക്കെ പറഞ്ഞതും നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. മറന്നു പോകരുതേ. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന വൈകുണ്ഠസ്വാമികളാണ്. ശിവനാരായണൻ, നാരായണ ഭണ്ഡാരം എന്നീ പേരുകൾ അറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളെയാണ്. മുടിചൂടും പെരുമാൾ എന്ന മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു. കണ്ടോ, കേരളത്തിലെ ആദ്യ സാമൂഹ്യ പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. 1859 പക്ഷെ ആദ്യം നടന്നത് 1822. അതിലാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികൾ പങ്കെടുത്തത് കേട്ടോ. തെറ്റിപ്പോകരുത് ആർക്കും. ഈ 1822 സമരമാണ് 1859 സമരത്തിന് നേതൃത്വമൊക്കെ നൽകിയത് കേട്ടോ, പ്രചോദനമൊക്കെ നൽകിയത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയത് നമ്മുടെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് 1859 ജൂലൈ 26. ഇതൊക്കെ ഓർമ്മ വേണമേ. സമത്വ സമാജ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. 1836 ഇദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചത്.
ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിന് രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. ഓക്കെ, സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ശുചീന്ദ്രമാണ് കേട്ടോ, കന്യാകുമാരി ജില്ല, തമിഴ്നാട്. ഇദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥയാണ് അയ്യാവഴികൾ എന്ന് പറയുന്നത്. ഈ അയ്യാവഴി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴിയുടെ ചിഹ്നം തീ ജ്വാല വഹിക്കുന്ന താമര. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം അറിയപ്പെടുന്നത് ദർശനമാണ് കേട്ടോ. അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽത്താങ്കൽ എന്നാണ്. നിഴൽ താങ്കൽ. അയ്യാവഴി മതത്തിൻ്റെ ആഘോഷങ്ങളാണ് അയ്യാ വൈകുണ്ഠാവതാരം, കൊടിയേറ്റ് തിരുനാൾ. വൈകുണ്ഠസ്വാമികളുടെ നിർമ്മിച്ച 5 പതികളാണ് കേട്ടോ സ്വാമിത്തോപ്പ് പതി, അമ്പലപ്പതി, താമരക്കുളം പതി, മുട്ടപ്പതി, പൂപ്പതി എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ അയ്യാവഴിയിൽ പ്രധാന ക്ഷേത്രങ്ങളാണ് പതികൾ. പുണ്യസ്ഥലം ദർശനമാണ്. ആരാധനാലയം നിഴൽത്താങ്കൽ. തെറ്റിപ്പോയില്ലേ, പുണ്യസ്ഥലം ദർശനം, ആരാധനാലയം നിഴൽത്താങ്കൽ, ക്ഷേത്രങ്ങളെ അറിയപ്പെടുന്നത് പതികളെന്നാണ്. ഓക്കെ, വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അത്തളവിളയാണ് കേട്ടോ. അത്തളവിള. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ. മറന്നുപോലെ, വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാന്ന് വെച്ചാൽ തൈക്കാടയ്യാണ് കേട്ടോ. 5 പേർ അടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്നത് സീഡർ എന്നാണ്. ഓക്കെ, തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി എന്ന് പറഞ്ഞതും, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് പറഞ്ഞതും വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് അയ്യാവഴി എന്ന സിനിമയുടെ സംവിധായകൻ നാഞ്ചിൽ PC അൻപഴകൻ. PSCയുടെ ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കേൾക്കണം. വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ കഴിവതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ഓക്കെ, ഓക്കെ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ടാറ്റാ, ബൈ ബൈ, സീ യു ഡിയേഴ്സ്.